പെട്ടെന്നൊരു മീൻ കറി വേണം. എണ്ണ ഒഴിക്കുക, കടുകിടുക, ഉലുവ ഇടുക. ഇത് രണ്ട് പൊട്ടിയ ശേഷം ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കറിവേപ്പില ഇട്ട് മൂപ്പിച്ച ശേഷം ചെറിയ രണ്ട് പീസ് പുളി കഷ്ണങ്ങൾ ഇടുക. നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. മുളക് പൊടിയും മല്ലിപ്പൊടിയും സമാസം എടുക്കുക. മഞ്ഞൾപ്പൊടി ഇടുക, ഉപ്പിടുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് മൂപ്പിച്ചെടുക്കുക. തീ വളരെ കുറച്ച് ശേഷം മാത്രമേ ഇത് ചെയ്യാവൂ. കാരണം ഇത് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ മീൻകറി ടേസ്റ്റ് മൊത്തം മാറിപ്പോവും. അതുകൊണ്ട് ഈ പൊടി മൂത്ത് വരുന്നവരെ തീ വളരെ കുറച്ച് വയ്ക്കുക. മൂത്ത ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക. ഈ ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം മാത്രം, അതായത് ഇത്രയും പൊടിക്ക് വേവാൻ തിളയ്ക്കാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തിളയ്ക്കാൻ വേണ്ടിയിട്ട് പുളിയുടെ രസമെല്ലാം ഇറങ്ങാൻ വേണ്ടിയിട്ട് മുളക്, മഞ്ഞൾ എല്ലാം ഇതിനകത്തേക്ക് ഗ്രേവിയിലോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ഒഴിക്കുക. ഒരുപാട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രേവി എല്ലാം അങ്ങ് കിടക്കും. നമ്മൾ മീൻ ഇടുമ്പോൾ ഒരു ടേസ്റ്റും കിട്ടാൻ സാധ്യതയില്ല. മീൻ കറിക്ക് ഒരുമാതിരി വെള്ളം കൂടുതലാണ്. കാരണം നമുക്ക് വെള്ളത്തിന് ജഡ്ജ്മെൻറ്റ് കിട്ടാതെ ആയി പോകും. ജഡ്ജ്മെൻറ്റ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഒത്തിരി വെള്ളം കൂടും. പിന്നെ ആ വെള്ളം എല്ലാം വറ്റിക്കാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോഴേക്കും മീനെല്ലാം പൊടിഞ്ഞു പോകും. അതുകൊണ്ട് തുടക്കത്തിന് കുറച്ച് വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ച ശേഷം അതിന് തിളച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഒരു മുളക് കീറിയതും പച്ചമുളക് കീറിയതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് മുളക് യൂസ് ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി ആ മീൻ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഇപ്പോഴാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ആ വെള്ളം ഒഴിച്ച ശേഷം കുറച്ച് ലൂസായിരിക്കും, കുഴപ്പമില്ല. ഒത്തിരി വെള്ളം നിങ്ങൾ ഈ സമയത്ത് ഒഴിക്കരുത്. വളരെ കറക്റ്റ് അളവിൽ വെള്ളം ഒഴിക്കുക. തിള വന്നിട്ടുണ്ട്. തിളച്ച ശേഷം മാത്രം മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. ഞാനിവിടെ മീനിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പും കുറച്ച് ജസ്റ്റ് ഒന്ന് തിരുമ്മി വെച്ചിട്ടുണ്ട്. അത് ഇട്ടിട്ട് മീൻ കഷ്ണങ്ങൾ നന്നായിട്ട് തിളയ്ക്കാൻ അനുവദിക്കുക. തിളച്ച് വന്ന ശേഷം ഒരു സ്പൂൺ കോക്കനട്ട് ഓയിൽ, വെളിച്ചെണ്ണ അതിൻ്റെ മേളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അടച്ച് വയ്ക്കുക. ഒരു 10-15 മിനിറ്റത്തേക്ക് തുറക്കാനേ പോകരുത്. നിങ്ങൾക്ക് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള മീൻ കറി കിട്ടും. ഇപ്പോൾ നന്നായിട്ട് തിള വന്നിട്ടുണ്ട്. ഇനിയാണ് നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കേണ്ടത്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. ഒഴിച്ച് കൊടുത്തില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, നല്ലതായിട്ട് കിട്ടും. ഇപ്പം നിങ്ങൾ നോക്കുമ്പോൾ ഈ കറിയുടെ മൊത്തം ഒരുമാതിരി മഞ്ഞ കളറായിരിക്കും. പക്ഷേ കുറച്ച് വെയിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇതൊന്ന് ചൂടൊക്കെ ആറിക്കഴിയുമ്പോൾ അതൊന്ന് ഇരുന്ന് കഴിയുമ്പോൾ കളറ് മാറി വരും. കണ്ടില്ലേ, ഇതാണ് എൻ്റെ മീൻ കറി. ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം.